ഇടുക്കി സൂര്യനെല്ലിക്ക് അടുത്ത് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട യുവതി മാരിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. ഇടുക്കി മെഡിക്കൽ കോളേജിലാണ് നടപടികൾ. ധനസഹായം ഇന്ന് കൈമാറിയില്ലെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ഏറ്റുവാങ്ങില്ലെന്ന നിലപാടിലാണ് ബന്ധുക്കൾ. അതേസമയം ഗുരുതരമായി പരിക്കേറ്റ മാരിയുടെ മകൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. മാരിയെ കൊലപ്പെടുത്തിയ കാട്ടാന ജനവാസ മേഖലയിലും തുടരുന്നു. രാഹുൽ വിജയൻ ആ വാർത്തയോട് ഒരുങ്ങുന്നു. രാഹുൽ, പ്രദേശത്ത് പ്രതിഷേധമുണ്ടാകും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. ആ പ്രതിഷേധങ്ങൾ ഏതളവിലാണ്? മാരിയുടെ കുടുംബം പറയുന്നത് എന്താണ് രാഹുൽ? ഹാഷ്മി, ഇന്നലെ ഒരു ഉന്നതതല യോഗം ചേർന്നിരുന്നു. അതിൽ ഈ നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനമായിരുന്നു. അതായത് 10 ലക്ഷം രൂപ വനംവകുപ്പ് ധനസഹായം നൽകും. മാത്രമല്ല ജില്ലാ ഭരണകൂടത്തിന്റെ 4 ലക്ഷം രൂപ, അങ്ങനെ 14 ലക്ഷം രൂപ കുടുംബത്തിന് നൽകാനുള്ള തീരുമാനമായിട്ടുണ്ട്. അതിൽ ആദ്യ ഗഡുവായി 5 ലക്ഷം രൂപ, 2.5 ലക്ഷം രൂപ വീതം രണ്ട് കുട്ടികളാണുള്ളത്, രക്ഷനും രക്ഷണയും. ഇവരുടെ രണ്ടുപേരുടെയും അക്കൗണ്ടുകളിലേക്കായി മാറ്റി നൽകും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ തുക നൽകിയില്ലെങ്കിൽ, ഈ ധനസഹായം നൽകിയില്ലെങ്കിൽ നിലവിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാരിയുടെ മൃതദേഹം ഏറ്റുവാങ്ങേണ്ട എന്നുള്ള നിലപാടിൽ തന്നെയാണ് ബന്ധുക്കൾ ഉള്ളത്. ഇന്നലെ പ്രതിഷേധത്തെ തുടർന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ പരിശോധന നടന്നില്ല. ഇന്നാണ് പോസ്റ്റ്മോർട്ടം പരിശോധന നടക്കുക. 10 മണിയോടെ പോസ്റ്റ്മോർട്ടം പരിശോധന തുടങ്ങുകയും ചെയ്യും. കാര്യങ്ങൾക്ക് തീരുമാനമായില്ല എങ്കിൽ, ഈ പണം ഉൾപ്പെടെ ലഭ്യമാകുന്നതിൽ തീരുമാനമായില്ല എങ്കിൽ ആ മൃതദേഹം ഏറ്റുവാങ്ങില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനിടെ ഈ ഇന്നലെ കാട്ടാന ആക്രമണത്തിൽ ഈ മാരിയുടെ മകൻ രക്ഷന് പരിക്കേറ്റിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ കുട്ടികളുടെ ആശുപത്രിയിൽ ഗുരുതരമായ അവസ്ഥയിൽ തന്നെ തുടരുകയാണ്. ആരോഗ്യസ്ഥിതിയിൽ നേരിയൊരു പുരോഗതി ഉണ്ട് എന്നുള്ളതാണ് ഡോക്ടർമാർ പറയുകയും ചെയ്തിരിക്കുന്നത്. അതും ആശങ്കയായി തന്നെ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനിടെ മാരിയെ കൊലപ്പെടുത്തിയ കുഞ്ഞും തള്ളയും കാട്ടാന അതിപ്പോഴും ജനവാസ മേഖലയിൽ തന്നെ തുടരുന്നു എന്നുള്ളതാണ്. ഇന്നലെ സൂര്യനെല്ലി ഭാഗത്ത് നിന്ന് 301 കോളനി ഭാഗത്തേക്ക് RRT അതിനെ തുരത്തിയിരുന്നു. അതിപ്പോഴും 301 കോളനി ഭാഗത്ത് ജനവാസ മേഖലയ്ക്ക് അടുത്ത് തന്നെയാണ്, തുടരുകയാണ്. പക്ഷേ ആന ഇപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് RRTയുടെ ഒരു വാട്സപ്പ് സന്ദേശം ഈ നാട്ടുകാരുടെ ഗ്രൂപ്പിൽ വന്നിരിക്കുന്നത്. ആന ഈ പ്രദേശത്ത് തന്നെയുണ്ട്, എവിടെയാണെന്ന് RRTക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മഴയും കാറ്റും മഞ്ഞും ഉള്ളതിനാൽ ആളുകൾ കുറച്ചുകൂടി ജാഗ്രത പാലിക്കണം. പുറത്തേക്ക് ഇറങ്ങുന്ന അനാവശ്യമെങ്കിൽ ഒഴിവാക്കുക, സൂക്ഷിച്ച് പുറത്തേക്ക് പോവുക എന്നുള്ള നിർദ്ദേശമാണ് RRT ഗ്രൂപ്പിൽ മെസ്സേജായി ലഭ്യമാവുകയും ചെയ്തിരിക്കുന്നത്. അതും ഒരു ആശങ്കയായി തുടരുകയാണ്. ഹാഷ്മി, രാവിലെ അവിടെ ഭയങ്കര മഴയാണോ? പല പ്രേക്ഷകരും കമന്റ് ബോക്സിൽ ഇടുക്കിയിൽ ഹെവി റെയിൻ എന്നൊക്കെ പറയുന്നുണ്ട്. ഹാഷ്മി, അതിതീവ്ര മഴ എന്ന് പറയാനില്ല, എന്നാൽ സാമാന്യം ഭേദപ്പെട്ട ഒരു മഴയുണ്ട്. വലിയ അപകട സാഹചര്യമൊന്നുമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ മാങ്കുളം കല്ലാർ റോഡിൽ ഒരു മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. പിന്നീട് അത് ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. തൊടുപുഴയിലാണ് കുറച്ച് കൂടുതൽ മഴ പെയ്യുന്നത്. പക്ഷേ മറ്റനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.